മാധവക്കുട്ടി 1934 മാർച്ച് 31 പ്രശസ്ത കവയിത്രിയായ ബാലാമണി അമ്മയുടെയും VM വേണുവിൻ്റെയും മകളായ പുന്നയൂർകുളത്ത് നാലാംപാട്ട് തറവാട്ടിൽ ജനിച്ചത്. കൊൽക്കത്തയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കൽക്കട്ടയിലായിരുന്നു. കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ രചനകൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ ബാല്യകാല സ്മരണകൾ നീർമാതളം പൂത്ത കാലം എന്നിവയ്ക്ക് പുന്നയൂർകുളത്തെ ജീവിത കാര്യങ്ങളാണ്. പൂത്ത കാലം കഥ എൻ്റെ 2 ആത്മകഥകളാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് ഉൾപ്പെടെ 15 ഭാഷകളിൽ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച കഥയാണിത്. അതുപോലെ ഞാൻ എഴുതിയതാണ് 3 നോവലുകൾ. നഷ്ടപ്പെട്ട നീലാംബരി, മനോമി, സൂര്യ പാടുന്നു, വീണ്ടും ചില കഥകൾ, യാ അല്ലാ, അമ്മ, സസ്നേഹം, നീർമാതളം പൂത്ത കാലം, കവാടം, അമാവാസി, പക്ഷിയുടെ മണം, ചുവന്ന പാവാട, വർഷങ്ങൾക്ക് മുമ്പ്, മാനസി, തണുപ്പ്. മലയാള രചനകളിൽ മാധവക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് ഞാൻ എഴുതിയിരുന്നത്. കേരളത്തിൽ മാധവക്കുട്ടി എന്ന തൂലികാനാമത്തിൽ ചെറുകഥകളും ജീവചരിത്രങ്ങളും എഴുതിയിട്ടാണ് ഞാൻ പ്രശസ്തമായത്. 1999 65-ാം വയസ്സിൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത്. അതിനുശേഷം ഞാൻ പുന്നയൂർകുളത്ത് പോയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നു. ഇനിയും എഴുതണം. എൻ്റെ ആഗ്രഹം പള്ളിയിൽ എൻ്റെ മരണശേഷം പള്ളിയിൽ അടക്കണമെന്നാണ്. ഞാൻ ജസ്ല 5th C പഠിക്കുന്നു.